മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ച കേസിൽ റാപ്പർ ഹിരൺദാസ് മുരളിക്ക് തിരിച്ചടി. പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന സ്ഥിരീകരണം. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കേസിൽ വനം വകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടൻ എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് വേടനെതിരെ ചുമത്തുക. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് പുലിപ്പല്ല് കണ്ടെത്തിയത്. അന്ന് വേടൻ ഉൾപ്പെടെ 9 പേരെ 6 ഗ്രാം കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന പുലിപ്പല്ല് കെട്ടിയ മാല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇക്കാര്യം വനംവകുപ്പിനെ അറിയിക്കുകയും ചെയ്തത്. വേടൻ ധരിച്ചിരുന്നത് പുലിപ്പല്ല് തന്നെയാണെന്ന് വനംവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നു. തുടർന്ന് വേടനെതിരെ മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി വനംവകുപ്പ് കേസെടുത്തു. കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച വേടനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ കേസിൽ വേടൻ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു. 2022 തമിഴ്നാട് സ്വദേശിയായ രഞ്ജിത്ത് കുമ്പിടി എന്നയാളാണ് തനിക്ക് പുലിപ്പല്ല് നൽകിയതെന്നാണ് വേടന്റെ മൊഴി. തുടർന്ന് വേടന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ അടക്കം പരിശോധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിലാണ് സുവോളജിക്കൽ ലാബിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ അടക്കം കുറ്റപത്രം സമർപ്പിക്കാൻ വനം വകുപ്പ് ഒരുങ്ങുന്നത്. ജനം, കൊച്ചി.